അസ്സലാമു സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും പല രീതിയിലും പാസ്ത ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാസ്ത കൊണ്ട് നല്ലൊരു ടിക്കയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് വെള്ളം വെച്ച് തിളച്ച് വരുമ്പോൾ ഈ പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് നല്ല രസമായിരിക്കും എല്ലാവരും കൂടി വീട്ടിൽ അല്ലേ? പാസ്ത തന്നെ പല രീതിയിലുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ടിക്ക ഉണ്ടാക്കാൻ ഇങ്ങനെ നീളത്തിലുള്ള തന്നെ എടുക്കണം കേട്ടോ. ചുരുണ്ടിട്ടുള്ള പാസ്ത ഉണ്ടല്ലോ, അത് എടുത്താൽ ഇങ്ങനെ ഭംഗിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും വീഡിയോ കാണുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. കാരണം ഇപ്പോൾ ലൈക്കും ഇല്ല, ആരും കാണുന്നുമില്ല. അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും പറയുന്നത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ പാസ്ത ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കൊരു സോസ് ഉണ്ടാക്കാം. അതിനായി ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടറിലേക്ക് ഒരു വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരല്ലി വെളുത്തുള്ളി മാത്രം കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം അത് നല്ലൊരു വെളുത്തുള്ളി ബട്ടറിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റും മണമൊക്കെയാണല്ലോ. ഇനി ഇത് നല്ലതുപോലെ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 2 സ്പൂൺ മൈദ ഇട്ട് നല്ലതുപോലെ ഈ ബട്ടറിൽ കിടന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇത് ടിക്ക ഉണ്ടാക്കുമ്പോൾ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ ഞാൻ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ച് കട്ടയില്ലാതെ നമുക്കൊന്ന് സോസ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ സോസ് നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ ടൈമിൽ മാറ്റിയാൽ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനത് വീണ്ടും കട്ടായി വരും. ഇനി സോസ് ചൂടാറാൻ മാറ്റി വെക്കുക. അതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പാസ്ത ഉണ്ടല്ലോ, അത് ഒന്നും എടുത്ത് ഒരു സ്റ്റിക്കിൻ്റെ മുകളിലായി ഇങ്ങനെ കോർത്ത് എടുക്കാം. ഇപ്പോൾ 4 സ്റ്റിക്കിൻ്റെ മുകളിൽ ഞാൻ കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഓവനിൽ വെക്കുന്ന ട്രേൻ്റെ മുകളിലായി വെച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സോസ് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് വെച്ച് കൊടുക്കാം. പിന്നെ ടൊമാറ്റോ സോസ്, പിന്നെ കുറച്ച് വെജിറ്റബിൾ ഇട്ട്, ഒരുപാട് വെജിറ്റബിളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഒരു കഷ്ണം പിന്നെ ക്യാപ്സിക്കം, ഒരു സബോളയുടെ ഒരു പകുതിയും കൂടെ, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ ചിക്കനും കൂടി ഇതിൻ്റെ മുകളിലായി വെച്ച് കൊടുക്കാം. വെജിറ്റബിളൊക്കെ വേണമെങ്കിൽ ഇനിയും കുറച്ചും കൂടിയൊക്കെ ആഡ് ചെയ്യട്ടോ. ഇവിടെ മോളെ കുട്ടി ഞാൻ പറഞ്ഞില്ലേ, അവൾ അങ്ങനെ ക്യാപ്സിക്കം അങ്ങനത്തെ ഒന്നും കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വെജിറ്റബിളേ വെച്ചിട്ടുള്ളൂ. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ടൂറൊക്കെ പോയിട്ടുണ്ടാവില്ലേ? എനിക്കും ഇനി തിരക്കായിരിക്കും കേട്ടോ. ഈ മാസം 26-ാം തീയതി മരുമകൾ വരുന്നുണ്ട്. പിന്നെ അടുത്ത മാസം മക്കളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഞാനും നല്ല തിരക്കിലായിരിക്കും. അതുകൊണ്ട് നല്ല ഹാപ്പിയാണ് ഇപ്പോൾ. കുട്ടികളൊക്കെ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണല്ലോ. ചിക്കൻ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറേശ്ശെ ഒന്നും കൂടെ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. പിന്നെ കുറച്ച് വെജിറ്റബിളും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് മസാല ചീസും കൂടി വെച്ച് കൊടുക്കാം. നിങ്ങൾക്കൊക്കെ മഴ കിട്ടിയോ? ഇവിടെ തൃശ്ശൂർ ആകെ ഒരു ദിവസമാണ് മഴ ഉണ്ടായത് കേട്ടോ. ഞങ്ങൾക്ക് തൃശ്ശൂരും പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂട്. ഇന്നൊക്കെ 38 ഡിഗ്രിയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ചൂടാണ്. ഒരു ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഇനി ഇപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ മസാല ചീസും കൂടി വെച്ച് കൊടുത്താൽ ഇനി ഇതൊന്ന് 10 മിനിറ്റ് നമുക്കൊന്ന് ഓവനിൽ വെച്ച് കൊടുക്കാം. കാരണം എല്ലാതും കുക്കായി വന്നതാണല്ലോ. ഇനിയിപ്പോൾ ഈ ചീസൊന്ന് മെൽറ്റ് ചെയ്യേണ്ട സമയം മാത്രം മതി. ഓവനിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാം കേട്ടോ.
ഇപ്പോൾ നല്ലതുപോലെ ചീസൊക്കെ മെൽറ്റായി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓവനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതെടുത്തതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ പാസ്ത പല രീതിയിലുണ്ടാക്കി കഴിക്കാറുണ്ടല്ലോ, പക്ഷേ ഇതൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ കഴിക്കാൻ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ. അതേ പണിയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇതുപോലെ ഒന്ന് സ്റ്റിക്കിൽ കോർക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു വ്യത്യാസം. അപ്പോൾ ഇനി പാസ്ത കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കഴിക്കാൻ. കുട്ടികൾക്കൊരു വെറൈറ്റി ആവുമല്ലോ, സ്കൂൾ അടച്ച് കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയമാണല്ലോ. അപ്പോൾ നല്ലൊരു വെറൈറ്റി തന്നെയായിരുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.